ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കൃഷ്ണവേട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം പറ കൃഷി സൈലന്റ് കരം. അപ്പൊ ഇന്നതേ ഞങ്ങള് സിനിമയ്ക്ക് പോവാണ്, തുടരും കാണാൻ പോവാണ്. എല്ലാരും പോയി കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റേജിലായിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതേ കൃഷിന്റെയും അദ്രുവിന്റെയും ഫസ്റ്റ് സിനിമ കാണലാണ്. എന്തോ ആദ്യമായിട്ട് കൊണ്ടുപോവാണ് തിയേറ്ററിൽ. അവിടെ ചെന്നിട്ടുള്ള കോലാഹലമൊക്കെ എന്താണെന്നറിയാം. അപ്പൊ ദേ ഞാനും അച്ഛനും അനിയനും ഞങ്ങളാട്ടോ പോകുന്നത്. ബാക്കി അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം. എന്താ അവസ്ഥ എന്നുള്ളത് അവിടെ ചെന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. റെഡിയായി ഇറങ്ങാം. ഒരു ഇത്തിരി വൈകി 5:30 ഷോയ്ക്കാട്ടോ പോകുന്നത്. അപ്പോ അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കാം. ഇതെന്താ പൊട്ടൊക്കെ ഇതിലിട്ടിട്ട്? ഓൾറെഡി ഞങ്ങളിതേ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയത്. പിന്നെ ഇതേ ചന്തക്കുന്ന് എത്താൻ നേരത്ത് കട്ട ബ്ലോക്ക്, വെറും പോസ്റ്റായി നിൽക്കുന്ന കേട്ടോ. കുറേ നേരം അവിടെ പോസ്റ്റ് അടിച്ചതിന് ശേഷം ഒരുവിധം തള്ളി നീങ്ങിയതേ പെർലാനിലെത്തിയിട്ടോ. അപ്പോഴേക്ക് ഷോയൊക്കെ തുടങ്ങി കുറച്ചായിട്ടുണ്ടായിരുന്നു. എന്തായാലും എല്ലാവരും കണ്ടു തുടങ്ങി ഒന്ന് സെറ്റായപ്പോഴേക്കും ഞങ്ങൾ എത്തിയിട്ടോ. ഷോ തുടങ്ങിയതുകൊണ്ട് തന്നെ പുറത്ത് വല്ലാണ്ട് തിരക്കൊന്നുമില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് കയറി വേഗം പാർക്കിംഗ് ഒക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടോ. വേഗം അതിൻ്റെ ഉള്ളിലേക്ക് ചെന്നു. അപ്പോൾ അവിടെയും എല്ലാം ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തതായിരുന്നു. എല്ലാം പെട്ടെന്ന് ചെന്നു. അപ്പോഴേക്ക് പടം ഓടിക്കൊണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ പടമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയതാട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്നൊന്നും പിന്നെ ഫോണൊന്നും എടുക്കാൻ പറ്റിയില്ല. മക്കൾ കയ്യിലുണ്ടായതുകൊണ്ട് പിന്നീട് ഫോണൊന്നും എടുത്തില്ല കേട്ടോ. അങ്ങനെ സിറ്റിപ്പൊക്കെ കണ്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. നല്ല തിരക്കാട്ടോ. വേഗം ഇറങ്ങിയതാട്ടോ. ഇനി ബ്ലോക്ക് ആവണ്ട വിചാരിച്ചിട്ട്. അടിപൊളി പടാട്ടോ. കുറച്ച് ലേറ്റായി എത്തിയപ്പോൾ ബ്ലോക്കിലും പെട്ടു. അതുകൊണ്ട് കുഴപ്പമില്ല, അടിപൊളി മൂവിയാണ്. എന്തായാലും ക്ലൈമാക്സ് ഒക്കെ ഓക്കെയാണ്. ബൈ പറ. സിനിമ കഴിഞ്ഞിറങ്ങി ഇനി നമ്മൾ നേരെ ഒരു പാർക്കിലേക്കാട്ടോ പോകണം. എന്താ പാർക്കിന്റെ പേരെന്താ? ഫാന്റസി പാർക്കോ? അതായത് മത്സ്യകന്യകയും ഇങ്ങനെ ടണൽ പോലെ മീനൊക്കെ ഉള്ളതാട്ടോ. എന്താ പേര്? അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. കുറേ ദിവസമായി അത് കാണണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു കേട്ടോ. ഇന്നാണ് എല്ലാത്തിനും സമയം കിട്ടിയത്. അപ്പോ ഇന്ന് അതിന്റെ ലാസ്റ്റ് ഡേറ്റാ തോന്നുന്നു അല്ലേ? അപ്പൊ പോയോ കേട്ടോ. അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഈ ഓർക്കം വരുന്നുണ്ട്, ഉറങ്ങാൻ പാടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ എത്തിയിട്ടോ. തീരെ ബ്ലോക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇന്ന് അവസാന ഡേറ്റ് തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്നും കൂടെ ഉള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും കണ്ടു പോയിട്ടുണ്ടാവും. തിരക്കൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് എത്താൻ കഴിഞ്ഞു. പിന്നെ കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ തിരക്കതൊന്നും കാണാനില്ല. ഇതിൻ്റെ മുന്നേ കാരണം എല്ലാവരും പറഞ്ഞ് കേട്ടിട്ട് നല്ല തിരക്കാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് നടക്കാൻ നിൽക്കുക കേട്ടോ. 10 മണി വരെ കേട്ടോ ഇതിൻ്റെ ടൈം. അതിൻ്റെ മുന്നേ കയറി എങ്ങനെയെന്നൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചു. എന്തായാലും നമ്മൾ തൊട്ടടുത്തുണ്ടാകുമ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് കയറി കാണണം. അപ്പോൾ ഞങ്ങൾ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ.
哎呦我的妈！ അതിപ്പോ ഇടും അവിടുത്തെ റൈഡൊക്കെ കണ്ടിട്ട് എല്ലാരും എക്സൈറ്റ്മെന്റ് അടിച്ചിരിക്കുക കേട്ടോ. കൃഷ്ണനൊക്കെ ഒരു എന്തോ ഒരു ഇതായിരുന്നു. അമ്മയൊക്കെ ആകെ പിന്നെ എന്താ പറയാ നല്ല എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങള് റൈഡിലൊന്നും കയറിയിട്ടില്ലായിരുന്നു, മക്കളെയും വെച്ചൊന്നും കയറണ്ട വിചാരിച്ചു. പിന്നെ ഒന്നാമത് ലേറ്റ് ആയതാണ്. അപ്പോ എല്ലാം കണ്ടിങ്ങോട്ട് പോരാന്ന് മാത്രം കേട്ടോ. തൊട്ടടുത്തുള്ള പിന്നെ ലാസ്റ്റ് ഡേറ്റ് ആണ്. കൃഷ്ണനോട് കുറെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ എന്താ ചെറിയ മക്കള് കയറുന്നതൊക്കെ ഉണ്ടായിരുന്നു, അതിൽ കയറണം എന്നൊക്കെ ചോദിച്ചിട്ട് അവള് വലിയ താല്പര്യം കാണിച്ചില്ല കേട്ടോ. ഇപ്പൊ എന്താ ഞങ്ങള് കൂടെ കയറണം എന്നുള്ളൊരു ഇതില്. അപ്പൊ അത് ചെറിയ പിള്ളേർക്കുള്ളതാട്ടോ. ഇവിടെ ഷൂട്ടിങ് പറഞ്ഞപ്പോ റീൽസ് ഒക്കെ എടുക്കുന്ന, അതിന്റെ പേരൊന്നും അറിയില്ല, ആ സംഭവങ്ങളൊക്കെ ഉണ്ട്. എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. അപ്പൊ എല്ലാരും വലിയ വലിയ റൈഡിലൊക്കെ കയറിയിട്ട് കോക്കി വിളിക്കുക, ആർത്ത് വിളിക്കുക, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ കാണാനൊക്കെ കാഴ്ചക്കാർ ഒരുപാടുണ്ട്. അപ്പോ എന്നാലും വലിയ തിരക്ക് കുറവാട്ടോ. എന്നത്തെ അത്രയും തിരക്ക് ഇന്ന് ഇല്ലാന്നാട്ടോ അവിടെ പൊതുവെ പറയുന്നത്. ഇന്ന് ലാസ്റ്റ് ദിവസമല്ലേ, അപ്പൊ ഇതിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് കൃഷ്ണോളോട് കുറെ പറഞ്ഞതാ, പക്ഷെ അവള് കൂട്ടാക്കിയില്ല കേട്ടോ. ഞങ്ങളത് കയറണ വെച്ച് അങ്ങോട്ട് കൊണ്ടുപോയതാണ്, അതിൽ കളിക്കാൻ പോയിക്കോന്നൊക്കെ പറഞ്ഞതാ. പക്ഷെ അവർക്ക് വലിയ താല്പര്യം ഇല്ലേന്ന് തോന്നാ, അത് അറിയാത്തോണ്ടാ. പിന്നെ പരിചയക്കുറവാണ്, ഇതുവരെ അതിൽ കേറാത്തോണ്ട്. ഇതൊക്കെ കണ്ടിട്ട് നല്ല അതിൽ കൂക്കി വിളിച്ചാർക്കുക കേട്ടോ കുട്ടികള്. ആകെ കുറച്ച് പേരേ ഉള്ളൂ. അത് കണ്ടിട്ട് എന്താ ഞങ്ങളാകെ കുറെ നേരം അത് നോക്കിയിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ഇജെന്തിനാ കുതിര ചാണകം. അപ്പതാ ഞങ്ങള് പാർക്കൊക്കെ കണ്ടു വന്നിട്ടോ. എന്താ പേര്? മറൈൻ മിറാക്കിൾ എന്നാട്ടോ അതിന്റെ പേര്. അപ്പൊ അടിപൊളിയായിരുന്നു. ഇന്ന് ലാസ്റ്റ് ഡേ ആട്ടോ. ലാസ്റ്റ് ഡേ ആയി വന്നപ്പോ ഇന്ന് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എല്ലാരും ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. 10 മണി വരെയാണ് ഷോ ഉള്ളത്. ഇപ്പൊ 10 മണി ആയിട്ടുണ്ട്. അപ്പൊ ഈ കടകളും എല്ലാതും അടച്ചു പൂട്ടി പോവുകയാണ്. അതിലും ഇത്രയും നേരം ഉറങ്ങിയിരുന്നു. ഇപ്പൊ ആള് നീച്ചിട്ടുണ്ട്. ബിസ്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. മീനുകളെയും പക്ഷികളെയും എന്തെല്ലാം കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി. അവള് നല്ല ത്രില്ലടിച്ചിട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ, സീ യു.